ഓക്കെ, ഇത് നമ്മുടെ മാക്സിമ ആൻഡ് മിനിമയുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത്? ഒരു ടൈപ്പ് പഠിച്ച്, ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി കോസ് സ്ക്വയർ തീറ്റ എന്നൊരു ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണ്. 6 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 8 കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 6 സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 6 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഒരു 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞെടുക്കുന്നു. അതെന്തിനായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി കാണും. ഒരു മിനിറ്റ്, അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എഴുതി വെച്ചേക്കാം അല്ലേ? ഓക്കെ, ഇതെന്തിനാന്ന് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനാണ് ഈ പരിപാടി കാണിക്കണേന്ന്. ഓക്കെ, നമുക്കറിയാം. ഞാൻ ഇതിപ്പോൾ എടുക്കുവാണേ. ഇതെടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് നമുക്ക് 6 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഐറ്റത്തിന് എന്ത് എഴുതാം? 2 കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുക? ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണെന്നറിയാം? 1 ആണെന്നറിയാം. 1 ആണെന്നറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്തു? ബാക്കി ഇത്രയും ക്വസ്റ്റനാണുള്ളേ. ഇനി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കൊണ്ട് കാണേ, അതിനകത്ത് ഞാൻ കോസ് സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്താ വരുന്നത്, കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എന്താ വരുന്നത് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ബാക്കി സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കോസ് സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് സ്ക്വയർ തീറ്റയുടെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം? 1 ആണെന്നറിയാം. അപ്പോൾ ഇത് എത്ര വരും? മാക്സിമം വാല്യൂ 8 എന്ന് പറഞ്ഞു വരും. ഇനി ഇതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് സ്ക്വയർ തീറ്റയുടെ മിനിമം വാല്യൂ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 6 എന്ന് പറഞ്ഞു വരും. കാരണം ഇത് 0 ആകുമല്ലോ. ഇനി ഇതിങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് വേറൊരു രീതിക്ക് പറഞ്ഞൂടെ? അപ്പം ഇങ്ങനെ ഒരു ഫോർമാറ്റാണ് തരുന്നതെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഇവിടെയുള്ള നമ്പറിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണ്? അതാണ് മാക്സിമം വാല്യൂ. അതുപോലെ തന്നെ മിനിമം വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ കൂട്ടത്തിൽ മിനിമം വാല്യൂ ഏതാണ്? അതാണ് മിനിമം വാല്യൂ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റാണ് തരുന്നതെങ്കിൽ അതിൽ എ ബി ഇതിൽ വലുത് ഏതാണ്? ഓക്കെ, ലാർജസ്റ്റ് നമ്പർ ഏതാണ്? അതാണ് മാക്സിമം വാല്യൂ. ഇനി സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? അതാണ് മിനിമം വാല്യൂ. ഓക്കെ, സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? അതാണ് മിനിമം വാല്യൂ. ഇതാണ് ഈ ഒരു ടൈപ്പിൽ, സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.